ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന ആട്ടപ്പൊടി ഉണ്ടല്ലോ, അത് വെറുതെ കളയല്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി കേക്ക് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ കേക്ക്. വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു മിക്സിൻ്റെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏലക്കായ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്, ഒന്നും കൂടെ പൊടിയായി കിട്ടും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പഞ്ചസാരയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് ഗോതമ്പ് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പഞ്ചസാര നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. മധുരത്തിനനുസരിച്ച് നമുക്കത് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിതാ അവിടെ പൊടിയിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പൊടികളെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് പാലാണ്. അത് നേരിയ ചൂടിലാണ് ഇത് എടുത്തിട്ടുള്ളത് കേട്ടോ. പാൽ നന്നായി ചൂടാക്കിയതിന് ശേഷം ഒന്ന് ചൂടൊക്കെ ആറിയതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചെടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ പാലൊഴിച്ച് വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ. ഫസ്റ്റ് തന്നെ കൂടുതൽ ഒഴിക്കരുത്. നമ്മളത് ഒഴിച്ചിട്ട് നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും പാലൊഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് നമ്മളെ വീഡിയോസൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ കുറേശ്ശെ പാല് ചേർത്ത് ആ പാല് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ കിട്ടുന്നത് വരെ നമ്മളിതൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ പാല്. അപ്പോൾ ഞാൻ ആ 1 കപ്പ് പാലും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഇതിലൊഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഇട്ട് കൊടുത്ത് നമ്മളിതൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് ആ വക്കിനൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്ററി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതുപോലുള്ള പാത്രത്തിലല്ല, അല്ലാണ്ട് ഗ്ലാസ്സിലോ അല്ലെങ്കിൽ കപ്പിലോ അതെല്ലാം ഉണ്ടെങ്കിൽ കടലാസ് ഗ്ലാസ്സൊക്കെ ഉണ്ടാവില്ലേ, അതിലായാലും ഏതിലായാലും നിങ്ങൾക്ക് ഈ ഒരു ബാറ്ററി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്, വക്കുള്ള പ്ലേറ്റാണ്, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതായത് ഒരു പകുതിയോളാണ് നമ്മളെ ഈ ബാറ്ററി ഉള്ളത്. അതിന് ശേഷം ഇതൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. അതിന് ശേഷം എന്താ ചെയ്യുക, നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ പിസ്തയും ബദാമും ആണ് കേട്ടോ ചെറുതായി കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഇട്ടെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാഷ്യൂനട്ടോ എന്ത് വേണമെങ്കിലും ഇട്ടെടുക്കാം. ഇനി ഇതാ നമ്മൾ ഇങ്ങനൊരു പാത്രം, ഒരു വലിയൊരു ചെമ്പട്ടി വെച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ഒരു വട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ നമ്മൾ ഈ പാത്രം വെച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് അടച്ച് നമ്മൾ കേക്ക് കുക്ക് ചെയ്യുന്നത് പോലെ ഒരു 10-25 മിനിറ്റ്
ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 10-25 മിനിറ്റ് ചെറിയ തീയിലൊന്ന് വേവിച്ചതിന് ശേഷം ഇതാ നല്ല അടിപൊളി കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് കേക്ക് ഒന്ന് സെറ്റായിട്ടുണ്ടോ എന്ന് ഇതുപോലൊരു പപ്പടക്കുത്തിയൊക്കെ വെച്ച് നമുക്കിതുപോലെ ഒന്ന് നോക്കാം. അപ്പോൾ കേക്ക് സെറ്റായാലും ആ പപ്പടക്കുത്തിമ്പോൾ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അഥവാ കേക്ക് വെന്തിട്ടില്ല ഉണ്ടെങ്കിൽ ആ ഒരു പപ്പടക്കുത്തിമ്മേൽ അതിൻ്റെ മാവുണ്ടാവും. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അത് നമ്മുടെ കേക്ക് സെറ്റായിട്ടുണ്ട്. ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ആക്കി കൊടുക്കാം. കത്തി ഉപയോഗിച്ചോ സ്പൂണിൻ്റെ ഇത് ഉപയോഗിച്ചോ നമുക്കിങ്ങനെ സെറ്റാക്കാം. അതിനുശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് കൊട്ടി കൊടുക്കാം. ഇതിൻ്റെ മേൽഭാഗമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ പ്ലേറ്റ് ഒന്ന് പൊന്തിച്ചെടുക്കാം. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അടിഭാഗമൊന്നും കരിയാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടിപൊളി സ്നാക്സാണ്. ഗോതമ്പ് പൊടിയൊന്നും വെറുതെ കളയല്ല കേട്ടോ. വൈകുന്നേരങ്ങളിലൊക്കെ ചായക്കൊക്കെ നിങ്ങൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കി നോക്ക്. ഈ ഒരു സ്നാക്സ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് തരാം. നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബായ്.